വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് ആരംഭിച്ചു. UDF അനുകൂല സർവീസ് സംഘടന സെറ്റോയും CPI അനുകൂല സംഘടന ജോയിന്റ് കൗൺസിലുമാണ് സമരം പ്രഖ്യാപിച്ചത്. സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോലി ചെയ്യാത്തവർക്ക് ശമ്പളം കിട്ടില്ല ഡയസ് നോൺ വഴി. പണിമുടക്കത്തിൽ നമ്മൾ എത്രയോ പണിമുടക്കൾ നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കും അല്ല കൂട്ടായും പണിമുടക്കൾ നേരിട്ടിട്ടുണ്ട്. ഇത്തരം ഭീഷണികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എസ്മ ഉൾപ്പെടെ പ്രയോഗിച്ചിട്ടുണ്ട്. 32 ദിവസം നമ്മൾ പണിമുടക്കം നടത്തി. നമ്മളെല്ലാം അറസ്റ്റ് ചെയ്ത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സമരങ്ങളെയൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, അത്ര ഇടപെടലൊന്നും ഭയപ്പെടുന്നില്ല. പിന്നെ ജീവനക്കാരെ ശാരീരികമായി ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ്. ഞങ്ങൾ അതിനകത്ത് ശാരീരികമായി ആക്രമിക്കാൻ ഞങ്ങൾ തിരിച്ചാക്രമിക്കുമല്ലോ. സ്വാഭാവികമായി അങ്ങനെ ഒന്നും ഉണ്ടാകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ മുന്നേറ്റുകൊണ്ട് സമരം നടത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം. CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലർ ജയചന്ദ്രൻ കല്ലിങ്ങലാണ് ഈ സംസാരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും, എറണാകുളം ജില്ലാ കളക്ടറിൽ നിന്ന് അശ്വിൻ പാലാഴിയും, കോഴിക്കോട് ജില്ലാ കളക്ടറിൽ നിന്ന് ഷഹദ് റഹ്മാനും ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്ക് ഉമേഷ് ബാലകൃഷ്ണൻ ചേരും. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഉമേഷ്, സമരം പണിമുടക്ക് തുടങ്ങി, അവരുടെ പന്തൽ എന്തോ പൊളിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്താണ് വിവരം? പണിമുടക്ക് തുടങ്ങി. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഞാനുള്ളത്. തൊട്ട് സമീപത്ത് തന്നെ ട്രഷറിയുമുണ്ട്. സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ എത്തി തുടങ്ങി. സെക്രട്ടേറിയറ്റിൽ ഏകദേശം 80% വരുന്ന ജീവനക്കാരുടെയും സംഘടന അത് CPM അനുകൂല സംഘടനയാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലെ ആളുകൾ കൂടുതൽ പേരും ഇവിടെ എത്തും, ഡ്യൂട്ടിക്ക് എത്തും. പക്ഷേ ഡ്യൂട്ടിക്ക് എത്തുന്നവരെ തടയാനില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ സംഘടനകൾ എടുത്തിട്ടുള്ളത്. 2 പ്രധാന സംഘടനകളാണ് ഇന്ന് സമരത്തിലുള്ളത്. CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ, കോൺഗ്രസ് അനുകൂല സംഘടനയായ സെറ്റോ. ഇവർ ഇന്ന് സമരരംഗത്താണ്. ഇത് സെക്രട്ടേറിയറ്റ്, ട്രഷറി അടക്കമുള്ള സ്ഥാപനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല. ബാധിക്കാൻ പോകുന്നത് പ്രധാനമായി ചില സർക്കാർ സ്കൂളുകളെയും ഒപ്പം ഈ CPI സംഘടനകൾ കൂടുതൽ ശക്തമായ റവന്യൂ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളെയും, പ്രത്യേകിച്ച് കളക്ട്രേറ്റ്, ഒപ്പം വില്ലേജ് ഓഫീസുകൾ, താലൂക്ക് ഓഫീസുകൾ എന്നിവയാണ്. സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് തന്നെ ഇവിടെ ജില്ലാ ട്രഷറിയുണ്ട്. ജില്ലാ ട്രഷറിക്ക് മുന്നിൽ NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാറുമുണ്ട്. ഇവരെന്തായാലും ഇന്ന് തടയുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. നമസ്കാരം ചേട്ടാ, ഈ എത്തുന്നവരെ നിങ്ങൾ തടയാൻ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ഓഫീസുകളിലും ഉപരോധവും പ്രതിഷേധ പരിപാടികളും എല്ലാം ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുകയാണ്. അത് ആരെയെങ്കിലും ജോലി ചെയ്യാനുള്ള അവരുടെ അവകാശവും സ്വാതന്ത്ര്യവും നിഷേധിക്കുക എന്നുള്ളതല്ല. ഞങ്ങൾ ആശയപരമായി ഞങ്ങളുടെ ഡിമാൻഡുകൾ അവരുടെ മുമ്പാകെ വെക്കുകയും അത് അവിടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഇതിൻ്റെ ക്യാമ്പയിനൊക്കെ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ സമര പോസ്റ്ററുകൾ ഒട്ടിക്കാൻ സമ്മതിക്കുന്നില്ല, സമര പന്തലുകൾ ഇപ്പോൾ സാഹചര്യം, ഇവയെല്ലാം എങ്ങനെ കാണും? അത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണവിലാസ സംഘടനകളുടെ പാർട്ടിയും ഒക്കെയുള്ള ശൈലിയാണത്, അക്രമ സ്വഭാവം എന്നുള്ളത്. ആശയപരമായൊരു പണിമുടക്കിനെ നേരിടാൻ അവർക്ക് കഴിയില്ല. കാരണം 65,000 കോടി രൂപ അപഹരിച്ചിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതിന് മറുപടി പറയാനും സമാധാനം പറയാനും അവർക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ എളുപ്പമുള്ള കാര്യം അക്രമം അഴിച്ചുവിടുക എന്നുള്ളതാണ്. പരക്കെ ഇന്നലെ സെറ്റോ ചേരിയിൽപ്പെട്ട ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും പലയിടത്തും ഓഫീസുകളിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ഡയസ് നോൺ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒരുപാട് ജീവനക്കാർ അവർ കയറിയിറങ്ങി പണിമുടക്കിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരെ സ്ഥലം മാറ്റം ഉണ്ടാകുമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയും. എന്തെങ്കിലും പ്രതികാര നടപടികൾ ഉണ്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ സമീപനം? അത്തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടായാൽ അത് ഈ പൊതുസമൂഹത്തെ കൂടി ഞങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് അതിനെ ചോദ്യം ചെയ്യും, കോടതിയിൽ ചോദ്യം ചെയ്യും. നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയമൊക്കെ വരുന്നുണ്ട്. ഇതൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. എന്തായാലും വ്യക്തമാണ്. SKN, ഇപ്പോൾ ജില്ലാ ട്രഷറിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ജില്ലാ ട്രഷറിക്ക് മുന്നിലും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ട് സമീപത്ത് സെക്രട്ടേറിയറ്റിലെ എല്ലാ ഗേറ്റിലും 4 ഗേറ്റുകളുണ്ട്. 4 ഗേറ്റിലും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ സമരത്തെ നേരിടാൻ ശക്തമായ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി വിവിധ സംഘടനകളുടെ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഉണ്ടാകും. എന്തായാലും CPM അനുകൂല സംഘടനയും BJP അനുകൂല സംഘടനയും ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. SKN. താങ്ക് യു.